പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ സ്നേഹിതരായ കുറേ സയൻറ്റിസ്റ്റുകളുണ്ട് ബോംബെ ആറ്റമിക് സെൻറ്ററിൽ. കഴിഞ്ഞ 2 ആഴ്ച മുന്നേ സയൻറ്റിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളൊരു കൺവെൻഷൻ ഉണ്ടായിരുന്നു. ബോംബെ ആറ്റമിക് സെൻറ്ററിനുള്ളിൽ അവിടുത്തെ കൺവെൻഷൻ ഹാളിൽ വെച്ച് ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് വലിയൊരു കൺവെൻഷൻ, സയൻറ്റിസ്റ്റ്, ഓൺലി ഫോർ സയൻറ്റിസ്റ്റ്. അപ്പോൾ അതിന് കുറച്ച് പേരുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന ഏറ്റവും വലിയ സംഭവം കേൾക്കണോ, എല്ലാ ഞായറാഴ്ച ദിവസവും ഇവരുടെ ഓരോരുത്തരുടെയും വീട്ടിൽ മാറി മാറി പോയി ഇരുന്നിട്ട് ഏറ്റവും കുറഞ്ഞ 4 മണിക്കൂർ നേരം അവർ ദൈവവചനം മാത്രം വായിക്കും. അവർക്ക് പ്രത്യേക ഹല്ലേലൂയ. ഈ സയൻറ്റിസ്റ്റുകൾ ഒരുമിച്ചിരുന്നിട്ട് ഒരാളൊരു അധ്യായം വായിക്കും, അടുത്തയാൾ അടുത്ത അധ്യായം വായിക്കും, ബൈബിള് വായിക്കുക. ആ മനുഷ്യൻ ഇന്നത്തെ ഡോക്ടർ ജിമ്മി എന്ന് പറയുന്ന വളരെ ഫേമസ് ആയ മനുഷ്യനാണ്. ഇന്ത്യയുടെ തന്നെ വലിയൊരു ഒരു ഭാഗ്യമാണ് ആ മനുഷ്യൻ. ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന ഒരു സമ്മാനമാണ് ഈ ഡോക്ടർ ജിമ്മി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. അദ്ദേഹം പറയുകയാണ്, അച്ഛാ സുവിശേഷ വചനങ്ങളാണ് സത്യം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാവരും ഓർത്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ. അപ്പോൾ പക്ഷേ എൻ്റെ അച്ഛൻ സുവിശേഷ സത്യം വചനങ്ങൾ. അപ്പോൾ ഈ വചനം പഠിക്കും. അപ്പോൾ ഇവരൊരുമിച്ച് സാബത്ത് ആചരിക്കും, കർത്താവിന് ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കും. അന്ന് വേറെ പണിക്കോ ടൂറിനോ പല കലാപരിപാടിക്കോ ഒന്നിനും അവർ പോകില്ല. മറ്റു കൂട്ടുകാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പോകില്ല. ഇവരിരുന്നിട്ട് ഇവർ ദൈവവചനം ഇരുന്ന് പഠിക്കുക. സയൻറ്റിസ്റ്റുകൾ, ബുദ്ധിജീവികൾ, ഭയങ്കര വർഷങ്ങൾ, അവർക്കൊക്കെ 10, 20, 30 വർഷത്തെ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരാണ്, ആറ്റമിക് എനർജിയും. പക്ഷേ അവർക്കറിയാം കർത്താവിന് ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണമെന്ന് ബൈബിള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപടി അനുസരിക്കണം. അത് സുവിശേഷത്തെ അനുസരിക്കുക, ദൈവത്തെ അനുസരിക്കുക. പരാജയം ഉണ്ടാകുകയാണെങ്കിൽ ദൈവവചനം അനുസരിച്ചിട്ടല്ലേ പരാജയം ഉണ്ടായത്. ദൈവവചനം അനുസരിച്ചിട്ട് പരാജയം ഉണ്ടാകട്ടെന്ന്. ദൈവവചനം അനുസരിച്ചതിന് ശേഷം തകർച്ചയാണ് ഒരു തരം സംഭവിക്കട്ടെ. ഒരു കാര്യം പറയാമല്ലോ, ദൈവവചനം അനുസരിച്ചത് കൊണ്ടാണ് ഞാൻ തകർന്നതെന്ന്. അത് തകരുകയല്ല. ദൈവവചനം അനുസരിക്കുന്നവനെ ദൈവം താങ്ങിക്കൊള്ളും, ദൈവം സംരക്ഷിച്ചുകൊള്ളും. അവിടുത്തെ കരം അവൻ്റെ മേൽ ഉണ്ടായിരിക്കും. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവവചനങ്ങളെ മുറുകെ പിടിക്കുക, നമ്മുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കാതെ. അതാണ് 2 കൊരിന്ത്യർ 2:17 പറയും, ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം നടത്തുന്ന അനേകരുണ്ട്. ഇന്നെല്ലാം മായം ചേർത്താൽ പിന്നെ അത് ദൈവവചനം അല്ല. അതിനകത്ത് നമ്മുടേതായ അഡീഷൻസ്, നമ്മുടെ യുക്തിയും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ അഹങ്കാരം കൊണ്ടൊക്കെ, നമ്മുടെ സൗകര്യം നോക്കിക്കൊണ്ട്, നമ്മുടെ ചിന്താഗതികൾ വെച്ചുകൊണ്ട് സുവിശേഷ വചനത്തെ നമ്മുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഓർത്തോണം, അത് ദൈവവചനമല്ല, അത് നമ്മുടെ സ്വന്തം വചനം. കർത്താവിൻ്റെ വചനത്തെ യേശുവിൻ്റെ പേര് പറയുന്നല്ലാതെ അത് യേശുവിൻ്റെ വചനമൊന്നും. ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, കർത്താവ് പറഞ്ഞൊക്കെ പറഞ്ഞു, അന്ന് ഈശോയുടെ വചനം. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം അതേപടി അത് മുറുകെ പിടിക്കുന്നവരായിട്ട് മാറുക. കർത്താവിൻ്റെ വചനം മുറുകെ പിടിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ഞാൻ അച്ഛനിവിടെ നിൽക്കുന്നത്, എന്നെ ഇവിടം വരെ കർത്താവ് കൊണ്ടുവന്നത്, എന്നെ അനുഗ്രഹിച്ചത്, എന്നെ അഭിഷേകം ചെയ്തല്ല, സൗഖ്യം ചെയ്യുക, എല്ലാം കർത്താവ് തന്നത്. ആ മുഴുവനും എൻ്റെ കഴിവല്ല, ദൈവവചനത്തെ മുറുകെ പിടിച്ചത് കൊണ്ട് മാത്രം കിട്ടിയ ദൈവാനുഗ്രഹം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ദൈവവചനത്തെ മുറുകെ പിടിച്ചത് കൊണ്ട് മാത്രം കിട്ടിയതാ. അപ്പൊ ദൈവവചനത്തെ ആര് മുറുകെ പിടിക്കുന്നു അവനെ ദൈവം ഉയർത്തും, ദൈവം അവരെ അഭിഷേകം ചെയ്യും, ദൈവം അവരിലൂടെ പ്രവർത്തിക്കും, അവരിലൂടെ പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഇവിടെ ഇരിക്കുന്ന മക്കളെ, ഈ വചനം കേട്ടിട്ട് ഇന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷത്തിന്, ദൈവവചനത്തിന്, സുവിശേഷ വചനങ്ങൾക്ക് 1ാം സ്ഥാനം കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിലും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ കർത്താവിൻ്റെ കരം വെളിപ്പെടുന്നത് കാണാൻ പറ്റും. ലൂക്കാ 8:11-12 വിത്ത് ദൈവവചനമാണ്. ചിലർ വചനം ശ്രവിച്ചെങ്കിലും അവർ വിശ്വസിക്കുകയോ രക്ഷപ്പെടുകയോ ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാച് വന്ന് അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് വചനം എടുത്തു കളഞ്ഞു. വിത്ത് ദൈവവചനം. ഒന്നോർത്തണം, വിത്ത് സീഡ്, അതിൻ്റെ ഓറിജിൻ, അത് ദൈവവചനം. അപ്പം ബാക്കിയെല്ലാം ഇന്ന് കളകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. കള കൂടുന്നതുകൊണ്ട് അഭിഷേകം പോകുന്നത്, കഥകളും കെട്ടുകഥകളൊക്കെ കൂടിക്കൊണ്ടിരിക്കുക. അത് കൂടുന്നതനുസരിച്ച് അനോയിന്റിങ് പോയിക്കൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വിത്ത് ദൈവവചനം. സ്വരപ്പെടുത്തപ്പെടുത്തിയ ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസ് തൻ്റെ സുവിശേഷ പ്രഘോഷണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനം പഠിക്കുമ്പോൾ പൗലോസ് തന്നിലേക്ക് വചന ശുശ്രൂഷ പറയുന്നുണ്ട്. സഹോദരരെ, ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ദൈവത്തെപ്പറ്റി സാക്ഷ്യപ്പെടുത്തിയത് വാഗ്വിലാസത്താലോ വിജ്ഞാനത്താലോ അല്ല. നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. നിങ്ങളുടെ മുമ്പിൽ ഞാൻ ദുർബലനും ഭയചകിതനുമായിരുന്നു. എൻ്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നത് ആയിരുന്നില്ല, പ്രത്യുത ആത്മാവിൻ്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ ദൈവശക്തി ആകാൻ വേണ്ടിയായിരുന്നു. അത് സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കൾ, സുവിശേഷം സത്യവചനം, സുവിശേഷമേ കേൾക്കാവുള്ളൂ. ഇന്ന് ഒരുപാട് മ്ലേച്ഛത നിറഞ്ഞ മീഡിയകളൊക്കെ ഒന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അപകടത്തിൻ്റെ. അതൊന്നും മുറുകെ പിടിച്ചേക്കരുത്. ലോകത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരും, കോളിളക്കങ്ങൾ വരും, എല്ലാ സംഭവങ്ങളും വരും. ആ സമയത്ത് ഞാൻ വിശ്വസിക്കേണ്ടതും മുറുകെ പിടിക്കേണ്ടതും നമ്മുടെ കർത്താവിൻ്റെ തിരുവചനത്തെ മാത്രം ആയിരിക്കണം. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ,
കർത്താവിൻ്റെ വചനത്തെ തിരുസഭയാതെ നമ്മൾ വചനത്തെ മുറുകെ പിടിക്കും, വചനത്തെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കും. പരിശുദ്ധ അമ്മയെ പോലെ മറിയമാകട്ടെ വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുക. അപ്പോൾ വചനമാണ്, ദൈവവചനത്തെ ധ്യാനിച്ചു കൊണ്ടിരിക്കുക, ദൈവവചനം സ്വീകരിക്കുക, ദൈവവചനത്തെ വിശ്വസിക്കുക, സംശയമില്ലാതെ വിശ്വസിക്കുക. അതുകൊണ്ടാണ് ലുക്ക 1:44-45 വിശുദ്ധ എലിസബത്ത് പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നോക്കി പറയുന്നത്, ദൈവം അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. എത്ര പേരുണ്ട് ഈ ദൈവവചനം നിറവേറുമെന്ന്, സുവിശേഷ വചനങ്ങൾ നിറവേറുമെന്ന് വിശ്വസിക്കുന്നവർ? അവരാണ് ദൈവത്തിൻ്റെ മക്കൾ, ദൈവവചനത്തെ മുറുകെ പിടിക്കുന്ന മക്കളാണ്. അവർ സംശയിക്കുന്നില്ല, ഇന്നല്ല നാളെ അത് നിറവേറും, ഇന്നല്ലെങ്കിൽ നാളെ അത് നിറവേറും. തമ്പുരാൻ്റെ സമയമുണ്ട്. കാത്തിരിക്കുന്നവർ അഭിഷേകം, അവർ വിശുദ്ധിയോടെ കാത്തിരിക്കുന്നവർ, അത് വിശ്വാസമുള്ള മക്കളാണ്, കൃപയുള്ള മക്കളാണ്, വചനത്തെ മുറുകെ പിടിക്കുന്നത്. അങ്ങനെ ഈ കാലയളവിൽ ക്രിസ്ത്യാനിയാകണമെങ്കിൽ ദൈവവചനത്തെ മുറുകെ പിടിക്കുന്നവൻ മാത്രമാണ് ക്രിസ്ത്യാനി. ദൈവവചനത്തെ, സുവിശേഷ വചനത്തെ, ഈശോ മിശിഹായിലൂടെ വന്ന വചനത്തെ, അപ്പോസ്തലന്മാരിലൂടെ വെളിപ്പെട്ട വചനത്തെ അത് മുറുകെ പിടിക്കാത്തവൻ എങ്ങനെയാ ക്രിസ്ത്യാനിയാകുന്നത്? ദൈവവചനത്തെ മുറുകെ പിടിക്കാത്തവൻ എങ്ങനെയാ ക്രിസ്ത്യാനിയാകുന്നത്? പ്രാർത്ഥിക്കാൻ എളുപ്പമാ, ഹല്ലേലൂയ പറയാൻ എളുപ്പമാ, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം പറയാൻ എളുപ്പമാ, പാടാനും ആടാനും ഒക്കെ സുഖം. പക്ഷേ ദൈവവചനത്തെ മുറുകെ പിടിക്കാൻ നീ തയ്യാറാണോ? അതനുസരിച്ച് ജീവിക്കാൻ വചനാധിഷ്ഠിതമായ ജീവിതം, സുവിശേഷം, അതാണ് നമുക്ക് വേണ്ടത്. സ്വരമോടെ പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ദൈവത്തിൻ്റെ മക്കളൊന്നും ഉയർന്നിട്ട് പോരാ 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 ഉച്ചത്ത് കൈയടിച്ച് കൈയടിച്ച് അമ്മേൻ അമ്മേൻ സ്വരമോടെ പറഞ്ഞേ യേശുവേ നന്ദി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24 മുതലുള്ള വചനം പറയുക, എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത ബുദ്ധിമാനായ മനുഷ്യന്, വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. കണ്ടോ, വചനം അനുസരിച്ച് ജീവിക്കുന്നവൻ പാറമേൽ ഭവനം പണിത. അതുകൊണ്ട് അപ്പം അവൻ്റെ ഭവനമാണ് പാറമേൽ ഉറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ. അവ ശ്രവിച്ചാൽ മാത്രം പോരാ, അനുസരിക്കണം. സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. കേട്ടാൽ മാത്രം പോരാ, അനുസരിക്കണം. അങ്ങനെയുള്ളവൻ അതാണ് എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കൾ, ഇത് വേറൊരു കെട്ടിടത്തിൻ്റെ കാര്യമല്ല, ഒരുവൻ്റെ ദൈവാശ്രയത്വത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കാര്യമാണിത്. ഒരുവൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യമാണ്. പാറമേൽ ഭവനം പണിതവൻ. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. എന്താണ് ഏതാണ് ഈ പാറയേതാ? അതാണ് മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 13-20 വരെയുള്ള വചനത്തിൽ കെസ്രി ഫിലിപ്പി ദേശത്തെത്തിയപ്പോൾ ഈശോ ശിഷ്യന്മാരോട് ചോദിച്ചു, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ അവർ പറഞ്ഞു, നീ ജെറമിയാണെന്ന്, പ്രവാചകന്മാരിൽ ഒരുവനാണെന്നൊക്കെ പറയുന്നു, സ്നാപകനാണെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈശോ ചോദിച്ചു, ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുന്നത്? നീ ജീവൻ. അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. യു ആർ ദ സൺ ഓഫ് ദ ലിവിങ് ഗോഡ്. പറയുക സ്വരപ്പെടുത്തി ഹല്ലേലൂയ. ഉടനെ ഈശോ പറഞ്ഞു എന്താ അറിയാവോ? പത്രോസേ, മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടും. അതായത് നിൻ്റെ ബുദ്ധിയോ പഠനമോ കഴിവ് കൊണ്ടല്ല നീ ഇത് പറയുന്നത്, ഇപ്പോൾ സ്വർഗസ്ഥനായ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തുന്നത്. ആകയാൽ ഞാൻ നിന്നോട് പറഞ്ഞു, പത്രോസേ, നീ പാറയാണ്. ഇതാണ് പാറ. അതായത് യേശു ദൈവപുത്രനാണെന്ന്, രക്ഷകനാണെന്ന്, ക്രിസ്തുവാണെന്ന്, ഉത്ഥിതനാണെന്ന് വിശ്വസിച്ച് അവൻ്റെ വചനങ്ങളെ വിശ്വസിക്കുന്നവൻ അവൻ യേശുവാണ് പാറ. സ്വരം കൊടുത്ത് പറഞ്ഞു ഹല്ലേലൂയ. ആ പാറമേലാണ് ഭവനം പണിയാൻ പോകുന്നത്, സഭ പണിയാൻ പോകുന്നത്. പത്രോസ്, നീ പാറയാവുന്നു. ഈ പാറമേൽ, അതുകൊണ്ട് ആ യേശുവിനെ ദൈവപുത്രനായിട്ട് സ്വീകരിക്കുന്നവൻ, ക്രിസ്തുവായിട്ട് അവനും പാറയാണ്, ഉറച്ച പാറയാണവൻ. അതാണ് വേണ്ടത്. ആ പാറമേൽ ഭവനം പണിതവൻ. അവൻ്റെ നേരെ കാറ്റുവന്നു. ഇതിനാൾ ഒരുപാട് കാറ്റുവന്നു. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങൾ, എതിർ ചിന്തകൾ, കത്തോലിക്ക വിശ്വാസത്തെ തകിടം മറിക്കുന്ന കാര്യങ്ങളും പറഞ്ഞുകൊണ്ടുള്ള ഭയങ്കര പരിപാടികൾ ലോകം മുഴുവൻ ഇറങ്ങുന്നുണ്ട്. ഇഷ്ടംപോലെ ഫേസ്ബുക്കും, ചിലർക്ക് രോഗികളാണ്, ഫേസ്ബുക്ക് രോഗികളും വാട്സപ്പ് രോഗികളും ഇത് കൂടിയിരിക്കുകയാണല്ലോ. അതിന് ബന്ധനത്തിൽ കഴിയുന്ന മക്കളാണ്. കർത്താവിൻ്റെ കൃപ കൊണ്ട് കർത്താവ് അനേക വർഷങ്ങൾക്ക് മുമ്പ് തന്നെ എന്നെ 1995 തന്നെ തമ്പുരാൻ എന്നോട് പറഞ്ഞു, ഇതൊക്കെ അപകടം പിടിച്ച വഴികളാണ്. സ്വരപ്പെടുത്തി പറഞ്ഞു ഹല്ലേലൂയ. ഇതിന് കുഴിയില്ല, ചെളിക്കുഴിയില്ല, പന്നി കുഴിയില്ല, രാത്രി മുഴുവൻ ബ്ലൂ ഫിലിമാ. അതിനിടയ്ക്ക് ഇതാണ്
പാരമണിയുക. ലോകത്തുള്ള മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള 2 ആയുധങ്ങൾ, ഒന്ന് വാട്സപ്പും, 2 ഉള്ളിലുള്ള അമർഷവും വെറുപ്പും പകയും പ്രതികാരം അസൂയയും അശുദ്ധിയും മുഴുവൻ ജഡികതയും വ്യഭിചാര ദുർഭൂതങ്ങളെ ഒക്കെ മറ്റുള്ളവർക്ക് പകരാനുള്ള 2 മാധ്യമങ്ങൾ. ഈ മാധ്യമങ്ങളെ താലോലിക്കുന്ന മക്കളെ, നഷ്ടപ്പെടാൻ പോകുന്ന കർത്താവിനെയാ. യേശുവിനെ നിനക്ക് നഷ്ടപ്പെടും. അത് ഇപ്പൊ നിനക്ക് അതിന്റെ നഷ്ടത്തിന്റെ വില അറിയില്ല, പക്ഷെ പിന്നീട് നീ അറിയുന്നത് ഈ ദൈവവചനങ്ങൾ സത്യമാണെങ്കിൽ, സ്വർഗമെന്നത് സുവിശേഷം എഴുതിയത് സത്യമാണെങ്കിൽ, നരകമെന്നത് ബൈബിൾ എഴുതിയിരിക്കുന്നത് സത്യമാണെങ്കിൽ, നിന്റെ ഇന്നത്തെ പാപകരമായ ജീവിതത്തിൻ്റെ ഫലം നീ തന്നെ അനുഭവിക്കുന്ന നാളുകൾ വരുന്നു. അന്ന് നിന്റെ കൂടെ പാപം ചെയ്തവനും ചെയ്യിപ്പിച്ചവനും ഒന്നും കാണില്ല. നീ ഒറ്റയ്ക്ക് നിൽക്കേണ്ട ദിവസം വരുന്നുണ്ട്, അത് കാത്തിരിക്കുക. അതുകൊണ്ട് നീ പാപത്തെ മുറുകെ പിടിക്കുമ്പോൾ നിനക്ക് വരാൻ പോകുന്ന ദുരന്തം മുന്നിൽ കാണുക. ഈ സുവിശേഷം യേശു ക്രിസ്തുവിൻ്റെ വചനം, അത് ജീവന്റെ വചനമാണ്, സത്യവചനമാണ്, രക്ഷയുടെ വചനമാണ്. അവൻ കുരിശിൽ മരിച്ചു, അവനെ അടക്കപ്പെട്ടു, പക്ഷേ 3-ാം നാൾ അവൻ ഉത്ഥാനം ചെയ്തു. ജീവിക്കുന്നവനായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ വചനം പാഴായി പോകില്ല, വെറുതെ ആകില്ല. അത് കെട്ടുകഥയല്ലത്, ജീവന്റെ വചനം, രക്ഷയുടെ വചനം. ആ വചനത്തെ മുറുകെ പിടിക്കുന്നവൻ ഭാഗ്യവാൻ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട എൻ്റെ സ്നേഹിതനായ ഒരു മെത്രാനുണ്ട്. ആള് സിറിയയിലുള്ളതാണ്. ആള് ലെബനോൻ ഡമാസ്കസിലെ ഒരു മെത്രാനാണ്. വലിയ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പിതാവ്. ആ പിതാവ് അപ്പം എന്നോട് പറയാറുണ്ട്, അച്ഛൻ, ഞാൻ ചോദിച്ചു, അവിടെ പോയിട്ട് അപകടം പിടിച്ച സ്ഥലമല്ലേ, ഭീകരവാദികൾ ഒരുപാട് അപകടത്തിന് നടുവിൽ. അച്ഛൻ, ഞാൻ റെഡിയാച്ചാ, എപ്പം മരിക്കണമെങ്കിലും ഞാൻ തയ്യാറാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കാരണം ഞാൻ ഒരുങ്ങി അച്ഛാ പോകുന്നത്. ഞാൻ പറഞ്ഞപ്പം പിതാവ് അതിലൂടെയൊക്കെ പോകുമ്പോൾ ഈ കാസക്കും ലോഹയൊക്കെ ഇട്ടുണ്ട്. അതെ അച്ഛൻ, ഞാൻ എയർപോർട്ടിൽ കൂടെ പോകുമ്പോഴും ഞാനവിടെ ഇറങ്ങുമ്പോഴും എന്നെ വണ്ടിക്ക് കൊണ്ടുവന്ന് ഒരു 3 മണിക്കൂർ യാത്രയാണ് ഞങ്ങളുടെ ആശ്രമത്തിലെത്താൻ വേണ്ടി 3 മണിക്കൂർ ഞങ്ങൾ പോകുമ്പോഴും ഞാനത് നടുക്കൂടെ പോകുന്നത് വെച്ചാൽ, ഭീകരങ്ങളുടെ എല്ലാത്തിൻ്റെ നടുവിലൂടെ അച്ഛാ പോകുന്നത്. എനിക്ക് യാതൊരു പേടിയില്ല. എന്താ, എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ, എനിക്ക് വിശുദ്ധനാകണം, എനിക്ക് രക്തസാക്ഷിയാകണം. കാരണം കർത്താവിൻ്റെ വചനമാണ് സത്യം, വേറെ ഒന്നും സത്യമല്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. അവരുടെ കൂടെ എണ്ണപ്പെടട്ടെ. ഇന്നെന്താ നമ്മൾ നോക്കുന്ന പേരും പെരുമ പ്രശസ്തി, നമുക്ക് വചനമല്ല, നമ്മുടെ വചനം, സ്വന്തം വചനങ്ങളെ ദൈവവചനമാക്കി പ്രസന്റ് ചെയ്യുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട്. സ്വന്തം വചനങ്ങൾ, സ്വന്തം കാഴ്ചപ്പാടുകൾ, സ്വന്തം ബോധ്യങ്ങൾ, സ്വന്തം ദുർമോഹങ്ങൾ, ദുരാഗ്രഹങ്ങൾ, ചില വളഞ്ഞ വഴികൾ, അത് മനുഷ്യർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മനുഷ്യർക്ക് മാറ്റി പറയും. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൻ്റെ 1:10 ഞാൻ ആരുടെ പ്രീതിയാണ്, പൗലോസ് ചോദിക്കുക, ഞാൻ ആരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നത്, ദൈവത്തിൻ്റെയോ മനുഷ്യൻ്റെയോ? ഇപ്പോഴും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. ഒക്കെ പറഞ്ഞു ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞു, ഞാനിപ്പോൾ ആരുടെ പ്രീതിയാണ് അന്വേഷിക്കുന്നത്, ദൈവത്തിൻ്റെയോ മനുഷ്യൻ്റെയോ? ഇപ്പോഴും ഞാൻ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നവൻ ആയിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ ദാസനാകില്ല. ദൈവദാസനാകണമെങ്കിൽ, ദൈവത്തിൻ്റെ ദാസിയാകണമെങ്കിൽ ദൈവവചനത്തെ മുറുകെ പിടിക്കണം. അത് പിടിക്കുമ്പോൾ ഒരു സഹനമുണ്ട്, ആ സഹനം മുറുകെ പിടിക്കണം. കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞ് പോരാ. ദൈവവചനത്തിൽ നിന്ന് മാറി ജീവിക്കുകയാണെങ്കിൽ എല്ലാവരും നമ്മൾ സഹകരിക്കും, എല്ലാവരും നമ്മുടെ കൂടെ നിൽക്കും, എല്ലാവരും നമുക്ക് പാട്ട് പാടിക്കും, എല്ലാവരും നമ്മളെ പുകഴ്ത്തി പറയും. ഇന്നത്തെ വചനം, ദൈവ സുവിശേഷ സത്യവചനത്തെ ഏകരക്ഷകനായ യേശു ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്താൽ നമ്മളെല്ലാവരും തല വെട്ടിക്കൊണ്ട് പോകും. പക്ഷേ അത് സുവിശേഷത്തെ മുറുകെ പിടിക്കുന്നുണ്ടോ? വേറൊന്നിനെയല്ല, സുവിശേഷം ദൈവവചനത്തെ മുറുകെ പിടിക്കുന്നു. ആ ഒറ്റ കാരണത്തല്ല അങ്ങനെ ചെയ്യണം. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. പറ്റുമെങ്കിൽ ഇന്ന് രാത്രി പോയിട്ട് നിങ്ങൾ ഹെബ്രായ ലേഖനം 11-ാം അധ്യായം വായിക്കണം. 11-ാം അധ്യായം മുഴുവനും വിശ്വാസത്തിന് വേണ്ടി ബലി കൊടുത്ത അനേകം പുണ്യവാന്മാരുടെ, പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അവിടെ എഴുതി വെച്ചിട്ട് വായിച്ചു നോക്കണം. അവിടെ പറഞ്ഞൊരു വാക്കുണ്ട്, അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതായത് ക്രിസ്തുവിനെ മുറുകെ പിടിച്ചവനെ അവർ പുറന്തള്ളിയേ. യേശുവിന് വേണ്ടി നിലകൊണ്ടവരെ, സുവിശേഷത്തെ തിരുസഭയ്ക്ക് വേണ്ടി നിലകൊണ്ടവനെ അവർ പുറന്തള്ളിയ. സത്യം പറഞ്ഞവനെ എല്ലാം പുറന്തള്ളി, നേരായ കാര്യം പറഞ്ഞതിനെ അവരെല്ലാവരും പുറത്താക്കി. അപ്പോൾ പറയാണ്, ഹെബ്രായ ലേഖനം പറയുന്ന വാക്യതാണ്, അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ഈ തലമുറയ്ക്കില്ലായിരുന്നു. നമുക്ക് ജീവൻ തരുന്നവനും നമ്മുടെ ജീവൻ നമുക്ക് സ്വർഗം തരുന്നവനും അതിനുള്ള ശക്തിയുള്ളവനുമായ സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനും സർവശക്തനും ഏകരക്ഷകനും
കുരിശിൽ നമുക്ക് വേണ്ടി രക്തം ചിന്തി മരിച്ചവനും 3-ാം നാൾ ഉത്ഥാനം ചെയ്തവനും 40-ാം നാൾ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടവനും സ്വർഗപിതാവിൻ്റെ വലതുവശത്തിരിക്കുന്നവനുമായ പുത്രൻ തമ്പുരാനാണ്. യേശു ക്രിസ്തുവാണ് നമ്മുടെ പാറ. അവനിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അവൻ്റെ വചനത്തെ നിഷേധിക്കുന്നവൻ നിഷേധിക്കപ്പെടും. അവൻ്റെ വചനത്തെ അംഗീകരിക്കുന്നവൻ അംഗീകരിക്കപ്പെടും. അവൻ്റെ വചനത്തെ തിരസ്കരിക്കുന്നവൻ തിരസ്കരിക്കപ്പെടും. അവൻ്റെ വചനത്തെ ഏറ്റുപറയുന്നവൻ ഏറ്റുപറയപ്പെടുമെന്ന് തിരുവചനത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ വചനങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കണം. കർത്താവേ, അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമാണ്. കർത്താവിൻ്റെ വചനം മാത്രമാണ്. അതാണ് സങ്കീർത്തനം 119:9-10. ഒരു യുവാവ് തൻ്റെ മാർഗം എങ്ങനെ നിർമ്മലമായി സൂക്ഷിക്കും? കർത്താവേ, അവിടുത്തെ വചനം അനുസരിച്ച് ജീവിച്ചുകൊണ്ട് അവിടുത്തെ വചനങ്ങളെ മുറുകെ പിടിക്കുക. ആ വചനത്തിൽ നിന്ന് അണുവിടം മാറാതിരിക്കുക. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 28-29 അധ്യായങ്ങൾ വായിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പവറിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. സ്വരപ്പെടുത്തി പറഞ്ഞേ യേശുവേ നന്ദി. നന്നായിട്ട് പറഞ്ഞേ മക്കള് ഹല്ലേലൂയ. യേശുവേ നന്ദി. നിയമാവർത്തനം 28:14 പറയും, ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ കാര്യങ്ങളിൽ നിന്ന് ഇടം വലം വ്യതിചലിക്കരുത്. അന്യദേവന്മാരെ അനുഗമിക്കുകയോ സേവിക്കുകയോ അരുത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിയമാവർത്തനം 28:13 പറയേ, കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും. ദൈവവചനം അത് പാലിക്കുകയും അനുസരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നവൻ ജനതകളുടെ നേതാവായിട്ട് തീരും. സ്വരമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. സ്വരപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. നിയമാവർത്തനം വീണ്ടും 32-ാമത്തെ അധ്യായത്തിൻ്റെ 46-47 വചനം, ഞാനിന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ ഇത് നിസ്സാരമായ കാര്യമല്ല, നിങ്ങളുടെ ജീവനാണ്. അതാണ് മോശ അവസാനമായിട്ട് തൻ്റെ ജനത്തിന് കൊടുക്കുന്ന കാര്യം. ഇത് ദൈവവചനം നിസ്സാരമായ കാര്യമല്ല, അത് നിങ്ങളുടെ ജീവനാണത്. അതുകൊണ്ട് വചനത്തെ മുറുകെ പിടിക്കുക. പ്രിയനേ, വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. പ്രിയനേ, വിശ്രമനാട്ടിൽ ഞാൻ എത്തുവാൻ വെമ്പൽ കൊള്ളുന്നേ. ഒട്ടും താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. ഒട്ടും താമസം വയ്ക്കല്ലേ, നിൽപ്പാൻ ശക്തി തെല്ലുമില്ലായേ. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്നു തീരുമോ? ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവേ, ഞങ്ങളെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. സ്വർഗീയ ജീവിതത്തിന് വേണ്ടി കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി വിളിച്ച് എല്ലാ വേദനകളും തീരുന്നത് കർത്താവിനോടുള്ള സ്നേഹത്തിൽ മരിച്ച് ഉത്ഥാനത്തിന്റെ അനുഭവത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോടെ തുല്യം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകളെല്ലാം നിസ്സാരങ്ങളാണ്. കഷ്ടത സഹനശീലവും ആത്മധൈര്യവും ശക്തിയും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ കൊടുക്കുന്നു. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്
അവിടുത്തെ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവമെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്ന് തീരുമോ? കണ്ണുനീരെന്നു മാറുമോ, വേദനകളെന്ന് തീരുമോ? കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിപ്പാനായി നീ വരണേ. ഒറ്റ വിളിച്ചോയേ, ഈശോയേ, ഈശോ. സകല കെട്ടുകളും ബന്ധനങ്ങളടിയട്ടെ. ഈശോ അഭിഷേകം, അഭിഷേകം കൊടുക്കട്ടെ, അഭിഷേകം കൊടുക്കട്ടെ. സ്തുതിക്കട്ടെ, കരമുടിയട്ടെ. അഭിഷേകം, അഭിഷേകം, ദിവ്യകാരുണ്യത്തിന് അഭിഷേകം, 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 ദിവ്യകാരുണ്യത്തിന് അഭിഷേകം, 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 യേശുവിൻ ബലിയുടെ അഭിഷേകം, 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 യേശുവിൻ ബലിയുടെ അഭിഷേകം. തിരുമാംസനിണം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു. തിരുമാംസനിണം പകരുന്നു, സാത്താൻ തകർന്നു വീഴുന്നു, മക്കൾ മോചിതരാകുന്നു, ബലിയുടെ യോഗ്യത പകരുന്നു. ഈശോയേ, 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 ഈശോയേ.